ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ മുഴുവൻ അറബ് ലോകവും ഒരു സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമേരിക്ക തങ്ങളെ സംരക്ഷിക്കില്ല എന്ന യാഥാർത്ഥ്യമാണത്. അമേരിക്കയ്ക്ക് കൂറ് ഇസ്രായേലിനോട് മാത്രമാണുള്ളത്. ആ ധൈര്യത്തിലാണ് ഫലസ്തീൻ ജനതയെ നിരന്തരം ഇസ്രായേൽ വേട്ടയാടുന്നത് പോലും. കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ വംശഹത്യക്ക് ഇരയാക്കുന്നതും ആ ധൈര്യത്തിന്റെ മുകളിലാണ്. ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് മുന്നിൽ വായടച്ചു നിന്ന അറബികളൊക്കെ ഒരുമിച്ച് നിന്നു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക ആയുധം നൽകി തീറ്റിപ്പോറ്റുന്ന ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും അവർക്കൊരു സൈനിക സഖ്യം അനിവാര്യമാണ്. നിലവിൽ ഇസ്രായേലിനെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഇറാന്റെ നേതൃത്വത്തിൽ അത് സംഭവ്യമാകുന്നു. അതെ, അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ മുസ്ലിം നാറ്റോ വരികയാണ്. ഇതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മുസ്ലിം ലോകത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വരാനിരിക്കുന്ന മുസ്ലിം നാറ്റോ സഖ്യത്തിന്റെ സാധ്യതകളെക്കുറിച്ചാണ്. അമേരിക്കയും പാശ്ചാത്യ ലോകവും കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി മുസ്ലിം രാഷ്ട്രങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് തങ്ങളുടെ ആധിപത്യം ഉറപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ, സിറിയ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങളും കലാപങ്ങളും അതിന്റെ തെളിവുകളാണ്. മാത്രവുമല്ല, അമേരിക്ക വളർത്തിയെടുത്ത ഇസ്രായേൽ ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ ചവിട്ടിക്കളഞ്ഞപ്പോൾ പോലും പാശ്ചാത്യ ശക്തികൾ അവരുടെ കുറ്റങ്ങൾ മറച്ചുവെക്കുകയായിരുന്നു ചെയ്തത്. ഇതെല്ലാം ചേർന്നപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് സ്വന്തം പ്രതിരോധ സഖ്യം ആവശ്യമാണെന്ന് വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ ഇതുവരെ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും വഴങ്ങാതെ സ്വാതന്ത്ര്യവും അഭിമാനവും മുൻനിർത്തി മുന്നേറിയ രാജ്യമാണ്. ഫലസ്തീന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ഇറാൻ നൽകിയ ഉറച്ച പിന്തുണ, ലബനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂത്തികൾക്കും ഇറാഖിലും സിറിയയിലുമുള്ള പ്രതിരോധ ശക്തികൾക്കും നൽകിയ സഹായം, ഇവയെല്ലാം ഇറാനെ മുസ്ലിം ലോകത്ത് സ്വാഭാവിക നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം നാറ്റോ സഖ്യം രൂപം കൊള്ളുമ്പോൾ ഇറാന്റെ നേതൃപങ്ക് വളരെയേറെ നിർണായകവുമാണ്. ഈ സഖ്യം അനിവാര്യമാകുന്ന പല കാരണങ്ങളുണ്ട്. അതായത്, മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ സംയുക്തമായി സുരക്ഷ ഉറപ്പാക്കാൻ, പാശ്ചാത്യരുടെ ഇടപെടൽ ഒഴിവാക്കാൻ, എണ്ണയും പ്രകൃതിവാതകവും പോലുള്ള വിഭവങ്ങൾ സംരക്ഷിച്ച് സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കാൻ, ഫലസ്തീന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ഐക്യകണ്ഠ്യേന പിന്തുണ നൽകാൻ, അമേരിക്ക ഇസ്രായേൽ ആധിപത്യത്തെ ചെറുക്കാൻ, ഇവയ്ക്കായി മുസ്ലിം നാറ്റോ വലിയൊരു കവചം തീർക്കുക തന്നെ ചെയ്യും. പക്ഷേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകം പറയുകയാണെങ്കിൽ പാശ്ചാത്യർ ഒരുക്കിയ ഭാഗങ്ങളിലൊക്കെ ഇതിനെ വലിയ ഭീഷണിയായിട്ട് പറയുന്നുണ്ടെങ്കിലും മുസ്ലിം രാജ്യങ്ങൾക്കായി ഇതൊരു ആത്മസംരക്ഷണത്തിന്റെ വഴി തന്നെയാണ്. മുസ്ലിം ലോകത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കാൻ ഇറാന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന സഖ്യം ഭാവിയിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ശക്തി തുലാസിനെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കുമെതിരെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഒരു സഖ്യം രൂപീകരിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യകതയായി മാറിയിരിക്കുകയാണിപ്പോൾ. എന്നാൽ അതിന് നേതൃപങ്കെടുക്കാൻ ഏറ്റവും യോഗ്യൻ ഇറാനാണ് എന്നത് ചരിത്രവും രാഷ്ട്രീയവും തെളിയിക്കുന്ന ഘടകവും. ഇറാൻ അമേരിക്കൻ ആധിപത്യത്തോട് വഴങ്ങാതെ പ്രതിരോധിച്ച ഏക രാഷ്ട്രം എന്ന നിലയിലാണ് പ്രത്യേകം ശ്രദ്ധ നേടുന്നത്. 1953 അമേരിക്കൻ ഗൂഢാലോചന കൊണ്ട് പുറത്താക്കിയ പ്രധാനമന്ത്രി മൊസദിക്കിന്റെ ഓർമ്മയിൽ നിന്ന് തുടങ്ങി 1979 ഇസ്ലാമിക വിപ്ലവം വരെ ഇറാൻ എല്ലായ്പ്പോഴും പാശ്ചാത്യരുടെ ഇടപെടലിനെതിരെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി നിന്നിട്ടുണ്ട്. ഷായുടെ കൊടും ഭരണത്തെ തകർത്തും അമേരിക്കൻ സ്വാധീനത്തെ പുറത്താക്കിക്കൊണ്ടും ഇറാൻ ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു. സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും വേണ്ടി ഒരു രാജ്യത്തിന്റെ മുന്നിലും വഴങ്ങാൻ തയ്യാറല്ല എന്നതായിരുന്നു ആ വലിയ സന്ദേശം. ഇന്നത്തെ കാലഘട്ടത്തിലും ഇറാൻ തന്നെയാണ് അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ സ്വന്തം പ്രതിരോധശേഷി വളർത്തിയെടുത്ത ഒരു രാജ്യം. ആണവ കരാറിൽ അമേരിക്ക വഞ്ചന കാണിച്ചിട്ടും ഇറാൻ തന്റെ നിലപാട് വിട്ടുകൊടുത്തിട്ടില്ല. സ്വന്തം ശാസ്ത്രീയ പുരോഗതിക്കും സൈനിക ശേഷിയും ആശ്രയിച്ചാണ് ഇറാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇതിലൂടെ തന്നെ സ്വയം പര്യാപ്തതയുടെ മാതൃക മുസ്ലിം ലോകത്തിന് ഇറാൻ നൽകി തുടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല, ഫലസ്തീന്റെ പ്രശ്നത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന അധിനിവേശത്തോട് തുറന്ന എതിർപ്പ് പ്രകടിപ്പിച്ച രാജ്യം കൂടിയാണ് ഇറാൻ. ലബനിലെ ഹിസ്ബുള്ളയ്ക്കും ഫലസ്തീനിലെ ഹമാസിനും യമനിലെ ഹൂതികൾക്കും ഇറാൻ നൽകിയ പിന്തുണ ഏറെ ശ്രദ്ധേയമാണ്. അധിനിവേശത്തിനെതിരെ മുസ്ലിം ജനതയുടെ പ്രതിരോധത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് ഇവർക്കെല്ലാം ഇറാൻ നൽകിയ പിന്തുണ. ഇതാണ് ഇറാനെ മറ്റെല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാക്കുന്നത്. സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളോ അമേരിക്കൻ സ്വാധീനത്തിന് കീഴടങ്ങി പോകുമ്പോൾ ഇറാൻ മാത്രമാണ് സ്വാതന്ത്ര്യത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചത്.
അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്തെ ഐക്യപ്പെടുത്താനും അമേരിക്ക ഇസ്രായേൽ പാശ്ചാത്യ കൂട്ടുകെട്ടിനെ ചെറുക്കാനും ഇറാനേക്കാൾ യോഗ്യനായ ഒരു നേതാവില്ല എന്ന് പറയുന്നത്. ഇതിനാൽ മുസ്ലിം നാറ്റോ രൂപം കൊള്ളുകയാണെങ്കിൽ അതിന്റെ മുന്നണിയിൽ ഇറാൻ നിൽക്കേണ്ടതിന്റെ കാരണം വ്യക്തമാണ്. ചരിത്രം മുതൽ ഇന്നത്തെ കാലം വരെ ഇറാൻ തെളിയിച്ച ധൈര്യവും പ്രതിരോധ മനോഭാവവും തന്നെ ഈ നേതൃസ്ഥാനത്തിനുള്ള ഇറാന്റെ യോഗ്യത തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അമേരിക്കൻ സൈനിക സാന്നിധ്യവും ഇസ്രായേലിന്റെ സഖ്യവുമാണ് നിയന്ത്രിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മുസ്ലിം രാഷ്ട്രങ്ങൾ ഇറാന്റെ നേതൃത്വത്തിൽ ഒരു സംയുക്ത പ്രതിരോധ സഖ്യം രൂപീകരിച്ചാൽ ശക്തി തുലാസിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കയെ ആശ്രയിക്കാതെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങൾ സുരക്ഷ ഉറപ്പാക്കാൻ തുടങ്ങും. ഇപ്പോൾ അവർ ആശ്രയിക്കുന്നത് അമേരിക്കയാണ്. ഇത് അമേരിക്കൻ സൈനിക താവളങ്ങളുടെ പ്രസക്തി കുറയ്ക്കുകയും അമേരിക്കയുടെ സമ്മർദ്ദ രാഷ്ട്രീയം ഫലപ്രദമാകാതെ പോകുകയും ചെയ്യും. ഇസ്രായേലിന്റെ ആധിപത്യ നിലപാടിനും ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും സൃഷ്ടിക്കുക. ഫലസ്തീന്റെ വിഷയത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിലകൊള്ളുമ്പോൾ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വരും. ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി തുടങ്ങിയ പ്രതിരോധ ശക്തികൾക്കും ഇതോടെ അധിക പിന്തുണ ലഭിക്കും. സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. എണ്ണയും പ്രകൃതിവാതകവും പോലുള്ള വിഭവങ്ങൾ സംയുക്തമായി നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അമേരിക്കയുടെ ആശ്രയവും സമ്മർദ്ദവും കുറയും. ഡോളർ ആധിപത്യം പോലും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത നിലനിൽക്കുന്നു. അമേരിക്കയുടെ ഡിവൈഡ് ആൻഡ് റൂള്, അതായത് ഭിന്നിപ്പിച്ച് വളർത്തുക എന്ന തന്ത്രവും ഇതോടെ പരാജയപ്പെടും. മതവർഗീയ വൈര്യങ്ങൾ മാറ്റി മുസ്ലിം രാഷ്ട്രങ്ങൾ ഐക്യപ്പെടുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം ക്ഷയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതായത് മുസ്ലിം നാറ്റോ വരുന്നത് പശ്ചിമേഷ്യയിൽ ശക്തി തുലാസിനെ മാറ്റിമറിക്കുന്ന ഒരു വലിയ സംഭവം തന്നെയായിരിക്കും. അമേരിക്കയുടെ ഏകാധിപത്യവും സ്വാധീനവും വെല്ലുവിളിക്കപ്പെടും. മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഇതൊരു ആത്മസംരക്ഷണ കവചം തീർക്കുമ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി ഇതൊരു വലിയ തലവേദനയാക്കും ഉണ്ടാക്കുക. എന്നാൽ ഇതൊരിക്കലും സംഭവമാകില്ല എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതുവരെ ഒരു മുസ്ലിം നാറ്റോ രൂപപ്പെടാതിരുന്നത്? അതിന് പിന്നിലും അമേരിക്കയുടെ കൈകടത്തലില്ലേ എന്ന പ്രസക്തമായ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി ഞാൻ പറയുന്നത്. മുസ്ലിം നാറ്റോ എന്ന ആശയം സംസാരത്തിനപ്പുറം പോകാതെ വന്നതിന് പല കാരണങ്ങളുണ്ട്. അതായത് അതിൽ വലിയൊരു പങ്ക് അമേരിക്കൻ ഇടപെടലിന് തന്നെയാണ് എന്നതാണ് സത്യം. മുസ്ലിം ലോകത്തിനുള്ളിലെ ആന്തരിക വിഭജനങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ള തടസ്സം. ഷിയ സുന്നി ഭിന്നത, അറബ് പേർഷ്യൻ മത്സരങ്ങൾ, പ്രാദേശിക രാഷ്ട്രീയ അധികാരത്തിനുള്ള പോരാട്ടം, ഇവയെല്ലാം രാജ്യങ്ങളെ തമ്മിൽ സംയുക്തമായി നിലകൊള്ളാൻ അനുവദിച്ചില്ല. ഇറാൻ, സൗദി അറേബ്യ തമ്മിലുള്ള വൈരാഗ്യം തന്നെ ഒരു മുസ്ലിം നാറ്റോയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് തുടരുകയാണ്. രണ്ടാമതായി മുസ്ലിം രാഷ്ട്രങ്ങളുടെ വിദേശ ആശ്രയത്വമാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ പലതും, അതായത് ഇപ്പോഴും അമേരിക്കൻ സൈനിക സംരക്ഷണത്തിന് മേൽ ആശ്രയിക്കുന്നവരാണ്. നമുക്കറിയാം ഖത്തറിൽ ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ എന്തായിരുന്നു എന്നത്. ഖത്തർ കരുതിയത് എന്താണ്? അമേരിക്ക സംരക്ഷിക്കാൻ എത്തുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആയുധ വിപണിയിലും സുരക്ഷാ സംവിധാനങ്ങളിലും അവർ അമേരിക്കൻ സഹായത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വതന്ത്ര സഖ്യം രൂപീകരിക്കാൻ അവർ മടി കാണിക്കുന്നു. മൂന്നാമതായി അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലാണ്. മുസ്ലിം ലോകം ഒരുമിച്ച് വരുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കും. അതിനാൽ തന്നെ അമേരിക്ക പലപ്പോഴും മതവർഗീയ സംഘർഷങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചില സർക്കാരുകൾക്ക് പ്രത്യേകം സഹായം നൽകി ഭിന്നത നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇറാഖിലും സിറിയയിലും യമനിലും കാണുന്ന കലാപങ്ങളിൽ പോലും അമേരിക്കൻ തന്ത്രത്തിന്റെ സ്വാധീനം വളരെ വ്യക്തമാണ്. നാലാമതായി ആന്തരിക രാഷ്ട്രീയത്തിന്റെ പരിമിതികളാണ്. അതായത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ പലതും ഏകാധിപത്യ ഭരണരീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനാധിപത്യ അടിസ്ഥാനത്തിലുള്ള ദീർഘകാല നയരൂപീകരണം പലപ്പോഴും സാധ്യമാകാറില്ല. ഭരണാധികാരികൾക്ക് സ്വന്തം അധികാരം നിലനിർത്തുകയാണ് മുൻഗണന. അതിനാൽ സംയുക്ത പ്രതിരോധ സഖ്യത്തിന് വേണ്ടി അവർ വലിയ രാഷ്ട്രീയ അപകടം ഏറ്റെടുക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഞ്ചാമതായി പറയാനുള്ളത് ഇസ്രായേൽ എന്ന രാജ്യത്തിനെ കുറിച്ചാണ്. മുസ്ലിം ലോകത്തിന്റെ ഐക്യം ഇസ്രായേലിന്റെ അധിനിവേശ നയങ്ങൾക്ക് നേരിട്ടുള്ള വെല്ലുവിളിയാകും. അതിനാൽ തന്നെ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ട് എപ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാകാതിരിക്കാനാണ് ശ്രമിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിലർ വാദിക്കുന്നത് മുസ്ലിം നാറ്റോ ഒരിക്കലും സാധ്യമാകില്ല എന്ന കാരണം മുസ്ലിം ലോകം ഐക്യപ്പെടുന്നത് തടയാൻ മതിയായ ഭിന്നതകളും തടസ്സങ്ങളും അമേരിക്കയും പാശ്ചാത്യ ശക്തികളും വിജയകരമായി നിലനിർത്തി പോരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വിലയിരുത്തുമ്പോൾ, ഇസ്രായേൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ നിരവധി തോന്നിവാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനാകും. ഫലസ്തീൻ
മുസ്ലിം ജനതയ്ക്കെതിരായ അധിനിവേശവും സിറിയയിലേക്കുള്ള ആക്രമണങ്ങളും ഇറാന്റെ സ്വാധീനം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ തന്നെ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടിന്റെ ആക്രമണാത്മക നയങ്ങളെ തെളിയിക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ശക്തമായ പ്രതിരോധ സഖ്യം രൂപപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറുന്നു. ഒരു മുസ്ലിം നാറ്റോ രൂപപ്പെടുകയാണെങ്കിൽ അതിലൂടെ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടിന്റെ ഏകാധിപത്യത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ കഴിയും. ഇപ്പോൾ മുസ്ലിം ലോകം വിഭജിതമായതിനാൽ ഓരോ രാജ്യവും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി വ്യത്യസ്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സംയുക്ത സൈനിക രാഷ്ട്രീയ സംവിധാനം ഒരുങ്ങിയാൽ ഇസ്രായേലിന്റെ അധിനിവേശ നയങ്ങൾക്ക് നേരിട്ട് പ്രതികരിക്കാനാകും. അമേരിക്കയുടെ പ്രാദേശിക ആധിപത്യ ശ്രമങ്ങളെ തടയാനും അവർക്ക് സാധിക്കും. ഇതുകൂടാതെ ഒരു മുസ്ലിം നാറ്റോ മുസ്ലിം രാജ്യങ്ങൾക്ക് തമ്മിലുള്ള ഐക്യവും വിശ്വാസവും ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. എണ്ണയും പ്രകൃതി വിഭവങ്ങളും ജനശക്തിയും ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഒക്കെ തന്നെ മുസ്ലിം ലോകത്തിന്റെ പ്രധാന ശക്തികളാണ്. ഇവ ഒറ്റക്കെട്ടായി വിനിയോഗിക്കുകയാണെങ്കിൽ പാശ്ചാത്യ ശക്തികൾക്ക് ആശ്രയിക്കപ്പെടാതെ തന്നെ സ്വയം പര്യാപ്തമായ പ്രതിരോധവും വികസനവും സാധ്യമാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സമകാലിക രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടിന്റെ ആക്രമണ മനോഭാവം തന്നെയാണ്. അതിനെ നേരിടാൻ ഒരു മുസ്ലിം നാറ്റോ അത്യന്താപേക്ഷിതവും. ഇത് രൂപപ്പെടുന്നത് മുസ്ലിം ലോകത്തിന്റെ രാഷ്ട്രീയ സൈനിക സ്വാതന്ത്ര്യത്തിനും ഫലസ്തീൻ അടക്കമുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ചരിത്രപരമായൊരു വഴിത്തിരിവായിരിക്കും. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.